ഹായ് ഡിയേഴ്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കിടിലൻ ട്വിസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അർച്ചനയ്ക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ഇന്നത്തെ കോടതി വിധി ഉണ്ടാവുകയും ചെയ്യുന്നത്. പക്ഷേ അത് രാജീവ് ആ ഒരു സാക്ഷിമൊഴി പറഞ്ഞ് അവിടെ രക്ഷപ്പെടുത്താനായിട്ട് പോകുന്നത്. നമുക്കതെന്താണെന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മുടെ രാജീവ് ആ കോടതി മുറിയിൽ വെച്ചിട്ട് മൊഴി മാറ്റുന്നുണ്ട്. ജഡ്ജി ചോദിക്കുന്നുണ്ട്, താൻ എന്തെങ്കിലും കണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രാജീവ് മൊഴി മാറ്റി പറയുന്നത്, ഞാനൊന്നും കണ്ടില്ല, ഞാൻ അവിടെ ചെന്നതും തന്നെ എൻ്റെ തലയ്ക്ക് ആരോ അടിച്ചു, ഞാൻ അങ്ങനെ ബോധം കെട്ട് വീഴാ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അർച്ചന പറഞ്ഞത്, ഇയാൾ നുണ പറയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് നടന്നത്, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് രാജീവ് വീണ്ടും പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ രാജീവ് പറയുന്നുണ്ട്, അർച്ചന മാഡം എന്നെ കാണാൻ വന്നിരുന്നു, ഇങ്ങനെ മൊഴി മാറ്റി പറയണം, ഇങ്ങനെ ഒരു കള്ളമൊഴി പറയണം, കള്ളസാക്ഷി പറയണം എന്നുള്ള രീതിയിൽ എന്നെ വിലപേശിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് അർച്ചനയ്ക്ക് ദേഷ്യം വന്ന് അവിടെ നിന്ന് ചാടിക്കടിക്കുന്നുണ്ട്. ആ സമയത്ത് ജഡ്ജി പറയുന്നുണ്ട്, അർച്ചന ഇത് കോടതിയാണ്, ഒച്ചയിടരുത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്തിന് വിജയശങ്കർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ സാർ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ, ഇത് കള്ളക്കേസും കള്ളമൊഴിയുമാണ്, കള്ളസാക്ഷിയെ കൊണ്ടുവന്ന് കേസിൽ എങ്ങനെയെങ്കിലും ജയിക്കാമെന്ന് കരുതി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അർച്ചനയ്ക്ക് ദേഷ്യം വന്ന് പറയുന്നുണ്ട്, ഇനിയൊരു സാക്ഷിയെ കൂടി വിസ്തരിക്കാൻ എനിക്ക് അനുവാദം തരണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അങ്ങനെ ജഡ്ജി അതിന് അനുവാദം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വിജയശങ്കർ പറയുന്നുണ്ട്, ഇനിയും കള്ളസാക്ഷിനെ കൊണ്ടുവരാനായിരിക്കും, അതിനെന്തിനാണ് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ജഡ്ജിനോട്. അത് താനല്ലല്ലോ തീരുമാനിക്കേണ്ടത് എന്ന് ജഡ്ജിയും പറയുന്നുണ്ട്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ആ ഒന്നാം പ്രതിയായ അക്ഷയിൻ്റെ അമ്മ തന്നെയാണ് അവിടെ വീണ്ടും സാക്ഷി പറയാനായിട്ട് വരുന്നത്. അങ്ങനെ അക്ഷയിൻ്റെ അമ്മനെ കണ്ട് എല്ലാവരും നെട്ടിത്തെറിച്ച് നിന്നുണ്ട്. ഇത് അക്ഷയുടെ അമ്മയാണല്ലോ, ഇവരാണോ സാക്ഷി പറയുന്നത്, ഒരു സ്വന്തം മകനെതിരെ ഇവർ സാക്ഷി പറയുമോ എന്നൊക്കെയുള്ള രീതിയിൽ ആകെ ഒരു ആശങ്ക അവിടെ ആ കോടതി മുറിയിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ജഡ്ജി ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ നിങ്ങളുടെ സ്വന്തം മകന് വേണ്ടി ഇവിടെ സാക്ഷി പറയാനായിട്ട് വന്നിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ തന്നെയാണ്, ഇവൻ കുറച്ചൊന്നുമല്ല ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ടുള്ളത്, ഇനിയെങ്കിലും അവൻ ഇതിൽ ശിക്ഷിക്കപ്പെടണമെന്ന് ഞാൻ വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ സാക്ഷി പറയാനായിട്ട് എത്തിയിട്ടുള്ളത്. ഇവൻ്റെ അച്ഛനാണ് ഇവനെ വഷളാക്കിയത്, ഞാൻ ഒരുപാട് അനുഭവിച്ചു ഇവനെയും എൻ്റെ അച്ഛനെയും കൊണ്ട്, ഇവന് ഇനിയും ഇതുപോലെ വിട്ടാൽ ഇവൻ ഇതിലേറെ കൃത്രിമവും അനർത്ഥങ്ങളും ഓരോന്ന് കാണിച്ച് പല കുട്ടികളുടെയും ജീവിതം നശിപ്പിക്കും, ഇനി അത് നിർത്തണം, എനിക്കും ഒരു പെൺകുട്ടി ഉള്ളതാണ്, നാളേക്ക് ആ കുട്ടിക്കും ഇതുപോലൊരു അവസ്ഥ വരാം വേറെ ആരെങ്കിലും കൂടെ, അപ്പോൾ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവർ എന്തായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. കൂടാതെ ആ അമ്മ തന്നെ പറയുന്നുണ്ട്, ഇവൻ പലരോടും ഈ ഒരു കുട്ടിയെ പീഡിപ്പിച്ച കാര്യം ഫോണിലൂടെ പറയുന്നതും എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ അവിടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് തന്നെ അർച്ചന പറയുന്നുണ്ട്, ഞാൻ ഇവരെ അസ്വാഭാവികമായിട്ടാണ് ഇവരെ ഞാൻ കണ്ടത്, കാരണം അന്ന് അവരുടെ വീട്ടിൽ വെച്ച് സ്വന്തം മകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നിലവിളിച്ച് കരയുന്ന ഒരു അമ്മയല്ല ഞാൻ കണ്ടത്, മകൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനവൻ അർഹതപ്പെട്ടവനാണ് എന്നുള്ള രീതിയിൽ മാറി നിൽക്കുകയായിരുന്നു ഈ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അന്ന് തന്നെ ഈ അമ്മയെ ഒരു സംശയം തോന്നിയിരുന്നു, സ്വന്തം മകൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ആ അമ്മയും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പിന്നീട് ഒരു ദിവസം അവരെ കാണാൻ പോവുകയും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് എനിക്ക് അനുകൂലമായിട്ട് ഈ മകന് സാക്ഷി പറയാനായിട്ട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അർച്ചനയും അവിടെ പറയുന്നുണ്ട്. അങ്ങനെ വിജയശങ്കർ ആണെങ്കിൽ ഈ സമയത്തൊക്കെ ഒരുപാട് നെട്ടിത്തെറിച്ച് ദേഷ്യം വന്ന് നിൽക്കുന്നുണ്ട്, ഇവർക്കിത് എന്തിൻ്റെ കേടാ എന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെ നമ്മുടെ ജഡ്ജ് വിധി പറയുന്നുണ്ട്, എന്തായാലും സ്വന്തം മകന് എന്ന പരിഗണന പോലും കൊടുക്കാതെ ഒരു സാക്ഷി പറയാൻ എത്തിയ ഗീതുവിന് നീതി കിട്ടണമെന്ന് കരുതി ഇവിടെ എത്തിയ ആ അമ്മയ്ക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്ന് ആദ്യം തന്നെ കോടതി പറയുന്നുണ്ട്. പിന്നീട് ആ ഒന്നാം പ്രതിയായ അക്ഷയ്ക്ക് 10 കൊല്ലം തടവും അതുപോലെ തന്നെ 3 ലക്ഷം രൂപ പിഴയും, കൂടാതെ ഇതെല്ലാം മൊബൈലിൽ പകർത്തിയ ആ ഒരു വ്യക്തി ഇതുപോലെയുള്ളൊരു കുറ്റകൃത്യം നടന്നിട്ടും അതിനെതിരെ പ്രതികരിക്കാതെ, അത് തടയാൻ നോക്കാതെ, അത് ചിത്രീകരണമായി എടുത്ത് അത് പ്രദർശിപ്പിച്ചതിനും 8 കൊല്ലം തടവ് അതുപോലെ തന്നെ 1 ലക്ഷം രൂപ പിഴയുമൊക്കെ അവിടെ കോടതി വിധി ശിക്ഷ നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ശിക്ഷ നടപ്പിലാക്കുന്നതൊക്കെ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് അർച്ചനയും കൂട്ടരും എല്ലാവരും നോക്കിക്കാണുന്നത്. വിജയശങ്കറിനാണെങ്കിൽ ഇതൊക്കെ കേട്ട് കലി തുള്ളി നിൽക്കുന്നുണ്ട്. പിന്നീട് ആ കോടതി അനുകൂലമായിട്ടുള്ള നമ്മുടെ ഗീതുവിന് നീതി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഗീതു നിസ്സഹായ അവസ്ഥയിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മുടെ അർച്ചനയെ നോക്കുന്നുണ്ട്. എല്ലാം ശരിയാവും എന്നുള്ള രീതിയിൽ നമ്മുടെ അർച്ചനയും കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ ഗീതുവിനെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അർച്ചനയ്ക്ക്
എല്ലാവരും വലിയ രീതിയിൽ തന്നെ ആദരവും സന്തോഷവും പങ്കിടുന്നുണ്ട്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ വിജയശങ്കറിൻ്റെ വിജയം കാത്ത് വിജയശങ്കറിൻ്റെ അനിയൻ അവിടെ പുറത്ത് നിൽപ്പുണ്ട് മാലയൊക്കെ ആയിട്ട്. അങ്ങനെ ആ സമയത്ത് തന്നെ ചന്ദ്ര വിളിക്കുന്നുണ്ട്, എന്തായി കേസ് ജയിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇല്ല ചേച്ചി, ഇതാ ഏട്ടൻ വിധി വന്നു എന്നാ തോന്നുന്നു, അവിടെ കൈകൊട്ടലൊക്കെ കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അപ്പോൾ നീ മാലയിട്ട് സ്വീകരിക്കും വിജയേട്ടനെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാലയായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വിജയശങ്കർ ആകെ തല താഴ്ത്തിയാണ് ഇറങ്ങി വരുന്നത്. ഇതെന്താ വിജയേട്ടൻ ഇങ്ങനെ തല താഴ്ത്തി ഇറങ്ങി വരുന്നത് എന്നുള്ള രീതിയിൽ അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അവൻ. അങ്ങനെ കൂടാതെ മീഡിയ നമ്മുടെ വിജയശങ്കറിൻ്റെ അഭിപ്രായം ചോദിക്കാനായിട്ട് പോകുന്നുണ്ട്. സാറിന് എന്താ ഇതിനെതിരെ പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവരെ മൈക്ക് തട്ടി മാറ്റി പോകുന്നുണ്ട് വിജയശങ്കർ. പിന്നാലെ നമ്മുടെ അർച്ചന തലയുയർത്തിപ്പിടിച്ച് നടന്ന് ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അത് കൈകൊട്ടിയിട്ടും അർച്ചനാക്കി ജയ് എന്നൊക്കെയുള്ള രീതിയിൽ മുറവിളി കൂട്ടുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ട് അർച്ചനയാണ് ജയിച്ചത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി അങ്ങനെ നാണം കെട്ട് തൊലിയുരുന്ന് നിൽക്കുന്നുണ്ട് വിജയശങ്കറിൻ്റെ അനിയനും. ഇനി വിജയശങ്കറിനാണെങ്കിൽ ഇതൊക്കെ കണ്ട് ആകെ കലിതുള്ളി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നാണക്കേട് കൊണ്ട് കാറിൽ കയറി പോകുന്നുണ്ട്. അങ്ങനെ അർച്ചനയ്ക്ക് എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനന്ദനങ്ങൾ നടത്തുന്നുണ്ട്, മാലയിട്ട് സ്വീകരിക്കുന്നുണ്ട്. അച്ചു എല്ലാവരും ഒരുപാട് പ്രശംസിക്കുന്നുണ്ട്. കൂടാതെ മീഡിയക്കാർ വന്ന് നമ്മുടെ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, മാഡം ഈ ഒരു ജയത്തിന് എന്താണ് പറയാവുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. സത്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും നന്ദി, ഗീതുവിന് നീതി കിട്ടണം, അത് കിട്ടി, അതിനെല്ലാവരോടും നന്ദിയും കടപ്പാടുണ്ട്. കൂടാതെ അക്ഷയൻ്റെ അമ്മയോട് ഒരു മകനെന്ന പരിഗണന പോലും കൊടുക്കാതെ കുറ്റവാളി ശിക്ഷിക്കപ്പെടണം എന്ന് കരുതി ആ അമ്മ വന്ന അവരെയാണ് അഭിനന്ദിക്കേണ്ടത്, അവരെയാണ് പ്രശംസിക്കേണ്ടത് ഈ ഒരു അവസരത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് വിജയശങ്കർ കാലിൽ നിന്ന് ചിന്തിക്കുന്നുണ്ട്, അവളുടെ തോൽവി കാണാൻ ആഗ്രഹിച്ച എനിക്ക് ഇപ്പോൾ തോൽവി, ഞാൻ നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നു. ഇതൊക്കെ അർച്ചനെ നിൻ്റെ താൽക്കാലിക വിജയമാടി, മഴയത്തുണ്ടാവുന്ന കുമിള പോലെയാണ് നിൻ്റെ ഈ ഒരു ജയം, അത് പൊട്ടിച്ച് കളയും, ഇനി ഞാൻ നിന്നെ വളരാൻ വിടില്ല എന്നൊക്കെയുള്ള രീതിയിൽ മനസ്സിലിങ്ങനെ പിറുപിറുക്കുന്നുണ്ട് വിജയശങ്കർ പോകുന്ന സമയത്ത്. അവൾ ഇനിയൊരു ജയം അവൾക്ക് ഉണ്ടാവാൻ ഞാൻ ഇട കൊടുക്കില്ല എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് തീരുമാനം എടുക്കുന്നുണ്ട് വിജയശങ്കർ. പിന്നീട് ഗീതുവിനെയും കൊണ്ട് അർച്ചന പുറത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് രാജീവ് അവിടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ അർച്ചന ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ഇവിടെ ഇനി എന്താ നിങ്ങളുടെ ആവശ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് തെറ്റുപറ്റിപ്പോയി മാഡം, ഞാൻ ഒരിക്കലും അങ്ങനെ പറയരുതായിരുന്നു, ഞാൻ അമ്മയുടെ കൂട്ടം കേട്ട് അവരുടെ കൂടെ നിന്നു എന്നൊക്കെ പറയുന്നുണ്ട്. താൻ എന്നോടല്ല സംസാരിക്കേണ്ടത് ഗീതുവിനോടാണ്, എന്തുണ്ടെങ്കിലും അവളോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഗീതു എന്നോട് ക്ഷമിക്കണം, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല, ഞാൻ നിന്നെ സംശയിച്ചു പോയി, നീ എൻ്റെ കൂടെ വരണം, നമുക്ക് ഇനി ഒരുമിച്ച് ജീവിക്കാം, നമുക്ക് പഴയതൊക്കെ മറക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഗീതു പറയുന്നുണ്ട്, എനിക്കൊരിക്കലും ഇനി നിങ്ങളുടെ കൂടെ പഴയ പോലെ ജീവിക്കാൻ കഴിയില്ല, ഏറ്റവും ഇങ്ങനെ ഒരു അവസരത്തിൽ നിങ്ങളാണ് എൻ്റെ കൂടെ നിൽക്കേണ്ടതും എനിക്ക് താങ്ങും തണലും ആവേണ്ടതും. പക്ഷേ നിങ്ങൾ ആ സമയത്ത് എന്നെ തള്ളിപ്പറഞ്ഞു, ഇനി ഞാൻ എന്ത് വിശ്വാസത്തിലാണ് നിങ്ങളുടെ കൂടെ കഴിയേണ്ടത് എന്നൊക്കെ അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. മാഡം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇവളെ എൻ്റെ കൂടെ വരാൻ പറയും, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഗീതുവിൻ്റെ തീരുമാനമാണ് ഇതിൽ പ്രധാനം, എനിക്കതിൽ പറയാനുള്ള അർഹതയില്ല, അവളുടെ തീരുമാനം അവളുടെ ജീവിതമാണ്, അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കുക, അവൾ തെറ്റുകാരിയല്ലെന്ന് ബോധ്യപ്പെടുത്തുക, അതാണ് എൻ്റെ ബാധ്യതയായിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഈ അവസരത്തിൽ ഞാനത് നിറവേറ്റി കൊടുത്തിട്ടുണ്ട്, ഇനി ബാക്കിയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് തന്നെ നമ്മുടെ ഗീതുവിൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. അങ്ങനെ ഗീതു അവരെ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നതായിട്ടാണ് അവിടെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.